ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ ക്ലാഷ് റിലീസായി എത്തുന്ന 2 ചിത്രങ്ങൾ. വൃഷഭ, സർവമായ. ലാലേട്ടന്റെ വൃഷഭ മലയാളത്തിലും തെലുങ്കിലുമായി എത്തുന്ന ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. അതേസമയം നിവിൻ പോളിയുടെ ആരാധകർ ഏറെ പ്രതീക്ഷ പുലർത്തുന്ന ചിത്രമാണ് സർവമായ. 2 കാലഘട്ടങ്ങളിലായി കഥ പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ് വൃഷഭ. കന്നഡ സംവിധായകൻ നന്ദകിഷോറാണ് സംവിധാനം. അച്ഛൻ മകൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആക്ഷനും വൈകാരികതയും കോർത്തിണക്കിയ കഥയാണ് വൃഷഭയുടേത്. മോഹൻലാൽ 2 കാലഘട്ടങ്ങളിലെ കഥാപാത്രങ്ങളായി ഇരട്ട വേഷത്തിലെത്തുന്നുണ്ട് ചിത്രത്തിൽ. അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന സർവമായ ഒരു ഫാന്റസി ഹൊറർ കോമഡി ചിത്രമാണ്. ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്ന സ്വാഭാവിക നർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന പഴയ നിവിനായി ഈ ചിത്രത്തിലൂടെ താരത്തെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ ആരാധകർ. നിവിൻ പോളി, അജു വർഗീസ് കോംബോ ഒന്നിക്കുന്ന 10ാമത്തെ സിനിമ എന്ന പ്രത്യേകതയും സർവമായിക്കുണ്ട്. പാച്ചുവും അത്ഭുത വിളക്കും നമുക്ക് സമ്മാനിച്ച അഖിൽ സത്യന്റെ അടുത്ത സംവിധാന സംരംഭം എന്ന നിലയ്ക്കും ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഏറെയാണ്. 2 ജോണറിലും വ്യത്യസ്ത തലത്തിലുമുള്ള 2 ചിത്രങ്ങളാണെങ്കിൽ കൂടി ഇവ രണ്ടും ക്ലാഷ് റിലീസ് നടത്തുമ്പോൾ ആര് കൂടുതൽ മികച്ച പ്രേക്ഷക പ്രീതി നേടി മുന്നേറും എന്ന ആകാംക്ഷ പ്രേക്ഷകരിലുണ്ട്. 2015 ആദ്യമായി മോഹൻലാലിന്റെയും നിവിൻ പോളിയുടെയും ചിത്രങ്ങൾ ഒന്നിച്ചെത്തിയത്. എന്നും എപ്പോഴും ഒരു വടക്കൻ സെൽഫി എന്നീ ചിത്രങ്ങളിലൂടെ. അന്ന് 2 ചിത്രങ്ങളും നല്ല അഭിപ്രായം പ്രേക്ഷകരിൽ നിന്ന് നേടിയിരുന്നു. 2017 വീണ്ടും ഇരുവരുടെയും സിനിമകൾ ഒരുമിച്ചെത്തി. ലാൽ ജോസ് ചിത്രമായ വെളിപാടിന്റെ പുസ്തകവുമായി മോഹൻലാൽ എത്തിയപ്പോൾ അൽത്താഫ് സലീം ചിത്രമായ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയായിരുന്നു നിവിന്റെ ചിത്രം. 2019 ഓണം സീസണിൽ 2 താരങ്ങളുടെയും സിനിമകൾ വീണ്ടും ഏറ്റുമുട്ടി. ധ്യാൻ ശ്രീനിവാസൻ ആദ്യമായി ഒരുക്കിയ ലവ് ആക്ഷൻ ഡ്രാമയുമായി നിവിൻ പോളി എത്തിയപ്പോൾ ഇട്ടിമാണിയായിരുന്നു ലാലേട്ടൻ ചിത്രം. ഇപ്പോൾ 6 വർഷങ്ങൾക്കു ശേഷം മോഹൻലാലും നിവിനും വീണ്ടും തങ്ങളുടെ സിനിമകളുമായി ഒന്നിച്ചെത്തുമ്പോൾ അവർ എങ്ങനെ പ്രേക്ഷകരെ കയ്യിലെടുക്കും എന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. ഇരു സിനിമകളും വൻ ഹിറ്റാകുമെന്നാണ് പ്രതീക്ഷ. മലയാള സിനിമ തിയേറ്ററിൽ ആളെ കൂട്ടുന്നതിൽ മിടുക്കു കാട്ടുന്ന ഇക്കാലത്ത് കൂടുതൽ കളക്ഷൻ റെക്കോർഡുകളും ഇൻഡസ്ട്രി ഹിറ്റുകളും പിറക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.